ടെക്സ് ആൻഡ് ഗിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെബ് പേജ് തയ്യാറാക്കാം എന്ന പാഠഭാഗത്തുള്ള പ്രാക്ടിക്കൽ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഈ കോഡുകളൊക്കെ ടെക്സ്റ്റ് എഡിറ്ററിൽ തയ്യാറാക്കിയതാണ്. ടെക്സ്റ്റ് എഡിറ്റർ തയ്യാറാക്കിയ ഒരു ഫയൽ നമുക്ക് തുറന്നു നോക്കാം. ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക് 9 സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ new.html ക്ലിക്ക് ചെയ്യുക. എക്സാം ഡോക്യുമെൻറ്റ്സ് 9 ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ, ഈ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അത് വെബ് ബ്രൗസറിലായിരിക്കും തുറന്നു വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിലായിരിക്കും തുറന്നു വരുന്നത്. ഇത് വെബ് ബ്രൗസറിൽ തുറന്നു വന്ന പേജാണ്. ഈ ഒരു ഫയലിൽ മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അത് വെബ് ബ്രൗസറിലായിരിക്കും തുറന്നു വരുന്നത്. ടെക്സ്റ്റ് എഡിറ്റർ ലഭിക്കണമെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്ത് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതിന് വേണ്ടി ബോഡി ബീജി കളർ സമം കൊട്ടേഷനകത്ത് ഇവിടെ ഗ്രീൻ ഉണ്ട്. ആ ഗ്രീൻ എന്നത് മാറ്റി ലൈറ്റ് ബ്ലൂ എന്ന് നൽകുക. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. ആ കൊട്ടേഷൻ കളയേണ്ടതില്ല. ഇനി ഫയൽ സേവ് ചെയ്യുക. എക്സാം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഒരിക്കലും സേവ് കൊടുക്കാൻ പാടില്ല. സേവ് ആസ് ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ 4 ലൈൻസ് ഉണ്ട്. ആ സേവ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 4 ലൈൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം. എക്സാം 9 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലൈറ്റ് ബ്ലൂ കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് വെബ് ബ്രൗസറിലായിരിക്കും തുറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കളറ് മാറിയതായി കാണാൻ സാധിക്കും. ശ്രദ്ധിക്കൂ, ഇവിടെ TH എന്നത് നിരകൾക്ക് തലക്കെട്ട് നൽകാനാണ്. അതുപോലെ തന്നെ TD എന്നത് നിരകൾ ഉൾപ്പെടുത്താനാണ്. TR എന്നത് വരികൾ ഉൾപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഉണ്ട്. അത് മക്കൾ പഠിക്കുക. ശ്രദ്ധിക്കുക, ഇതിൽ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതെവിടെ ടേബിൾ ഒരു പക്ഷേ ഐറ്റവും ഡിസ്ക്രിപ്ഷനും തന്ന് ഇവിടെ പ്രൈസ് എന്ന നിര ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ TH എന്നത് നേരത്തെ പറഞ്ഞു നിരകൾക്ക് തലക്കെട്ട് നൽകാനാണ്. അപ്പോൾ ഇവിടെ TH എഴുതി പ്രൈസ് എന്ന് കൊടുത്ത് അതിൻ്റെ ക്ലോസിംഗ് ടാഗും കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യാം. ഒരുപക്ഷെ ഈ ഒരു രീതിയിൽ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം. ഈ ടേബിൾ മക്കൾ നന്നായി നോക്കുക. ശ്രദ്ധിക്കുക, ഇതും 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടേബിൾ ഉൾപ്പെടുത്താൻ, പട്ടിക ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ്. ടേബിളിൻ്റെ ഓപ്പണിംഗ് ടാഗ് ഇത്, ടേബിളിൻ്റെ ക്ലോസിംഗ് ടാഗ് ഇത്. ഇത് നിരകൾക്ക് തലക്കെട്ട് നൽകാനാണ്. TH ഓപ്പണിംഗ് ടാഗും ഇത് ക്ലോസിംഗ് ടാഗും. അതുപോലെ തന്നെ വരികൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗ് TRൻ്റെ ഓപ്പണിംഗ് ടാഗ് ഇത്, TRൻ്റെ ക്ലോസിംഗ് ടാഗ് ഇത്. നിരകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ് TD, ഇത് ഓപ്പണിംഗ് ടാഗ്, ഇത് നിരകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ക്ലോസിംഗ് ടാഗ്. ഇത് വീഡിയോ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണെന്ന് മനസ്സിലാക്കാം. സോഴ്സ് SRC സമം വീഡിയോ. ഇത് ശ്രദ്ധിക്കുക, വീഡിയോ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത് ബോൾഡ്, അതായത് കട്ടി കൂട്ടാൻ ഉപയോഗിക്കുന്ന ടാഗാണിത്. ബോൾഡിൻ്റെ ഓപ്പണിംഗ് ടാഗ്, ബോൾഡിൻ്റെ ക്ലോസിംഗ് ടാഗ്. അതുപോലെ തന്നെ ഇറ്റാലിക്സ്, ഒരുപക്ഷെ ഇറ്റാലിക്സ് മാറ്റിയിട്ട് അണ്ടർലൈൻ നൽകാൻ പറഞ്ഞാൽ ഐ മാറ്റിയിട്ട് U കൊടുത്താൽ മതി. യു ടാഗ്, യുവിൻ്റെ ക്ലോസിംഗ് ടാഗ്. ഇത് ഓപ്പണിംഗ് ടാഗും ഇത് ക്ലോസിംഗ് ടാഗും. ഇത് മനസ്സിലാക്കി വെക്കുക.
ചരിച്ചെഴുതാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഇറ്റാലിക്സിൻ്റെ ഓപ്പണിംഗ് ടാഗ് ഐയും, ഇത് ഇറ്റാലിക്സിൻ്റെ ക്ലോസിംഗ് ടാഗാണെന്ന് മനസ്സിലാക്കുക. ഇത് ബോൾഡിൻ്റെ ക്ലോസിംഗ് ടാഗ്, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും. BR എന്ന ടാഗ് എന്ന് പറയുന്നത് BRന് ക്ലോസിംഗ് ടാഗ് ഇല്ല, വരി അവസാനിപ്പിച്ച് പുതിയ വരി ആരംഭിക്കുന്നത് സൂചിപ്പിക്കാനാണ് BR എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, അതേപോലെ തന്നെ ഫോണ്ട് ഫേസ്. ഫോണ്ട് ക്രമീകരിക്കുന്നതിന് ഫോണ്ട് ഫേസിലാണ് മാറ്റം വരുത്തേണ്ടത്, അതും ശ്രദ്ധിക്കുക. ബണ്ടുവിന് പകരം വേറെ ഏതെങ്കിലും ഫോണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് കളറ് മാറ്റാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിലും ചെയ്യാം. പിന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജ് src /juice.png ഹൈറ്റ്. ഇവിടെ വിഡ്ത്ത് എന്നതും ഹൈറ്റ് എന്നതും src എന്നതും എന്താണ്, ആട്രിബ്യൂട്ടുകളാണെന്ന് മനസ്സിലാക്കാം. ഇത് ഇമേജ് എന്ന് പറഞ്ഞ ടാഗാണ്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തുക, അതായത് പശ്ചാത്തല നിറം നൽകാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ബോഡി BG കളർ ബ്ലൂ. അതും ശ്രദ്ധിക്കുക. ഒരു ടാഗിനുള്ളിൽ അധിക ക്രമീകരണങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആട്രിബ്യൂട്ടുകൾ. ഓപ്പണിംഗ് ടാഗിനുള്ളിലാണ് ഇവ ഉൾപ്പെടുത്തേണ്ടത്, ഇതും ശ്രദ്ധിക്കുക. HTML ഫയൽ എഡിറ്റ് ചെയ്യൽ. HTML ഫയൽ എഡിറ്റ് ചെയ്യാൻ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസിലെ ടെക്സ്റ്റ് എഡിറ്റർ ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ഹെഡിൻ്റെ ഓപ്പണിംഗ് ടാഗും ഹെഡിൻ്റെ ക്ലോസിംഗ് ടാഗും. പേജിലെ മെറ്റാ ഡാറ്റയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചേർക്കാനുള്ള കണ്ടെയ്നറാണ് ഹെഡ് ടാഗ്. അതുപോലെ തന്നെ ടൈറ്റിൽ ടാഗിൻ്റെ ഇത് ഓപ്പണിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കഴിഞ്ഞതിന് ശേഷം ഒരു ചെരിച്ചൊരു ലൈൻ, അതിനുശേഷം ടൈറ്റിൽ കൊടുക്കുക. അതേപോലെ തന്നെ ബോഡിയുടെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗ് ഇതേപോലെ കൊടുക്കുക, ബോഡി കൊടുക്കുക. അതുപോലെ തന്നെ ഹെഡിങ് 1ൻ്റെ ക്ലോസിംഗ് ടാഗ് ഇത് ഹെഡിങ് 1 ഈ ഒരു രീതി 2 ആംഗിളുകൾക്കുള്ളിൽ H1 നൽകുക. അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗാണിത്, P എന്ന ടാഗ്. HTML ടാഗുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് പേജിലെ ഉള്ളടക്കവും അവയുടെ വിന്യാസവും നിർവചിക്കാൻ HTML ഭാഷയിൽ ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളാണ് ടാഗുകൾ. ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു HTML ടാഗും അതിലെ ഉള്ളടക്കവും ചേർത്ത് HTML എലമെൻറ്റ് എന്ന് പറയുന്നു. ഒരു HTML ടാഗും, അതായത് ഇവിടെ HTML ടാഗ് എന്ന് പറയുന്നത് H1 എന്ന ടാഗാണ്, ഹെഡിങ് 1 എന്ന ടാഗാണ്. ഇതിനകത്ത് അതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഹെഡിങ്, ഇത് ഉള്ളടക്കമാണ്. അതിനുശേഷം അതിൻ്റെ ക്ലോസിംഗ് ടാഗും നൽകുന്നതാണ് എന്ത്, HTML എലമെൻറ്റ് എന്ന് മനസ്സിലാക്കാം. മാർക്കപ്പ് ഭാഷയുടെ പിതാവ് ആരാണ്? സർ തിമോത്തി ജോൺ ബെർണേഴ്സ്ലി, ടീം ബെർണേഴ്സ്ലി എന്നും അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹം. HTMLൻ്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. കമ്പ്യൂട്ടറിൽ വെബ് പേജുകളുടെ ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. മൊസില്ല ഫയർഫോക്സ്, ക്രോമിയം, ഗൂഗിൾ ക്രോം, സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവ ചില വെബ് ബ്രൗസറുകളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്. URLൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ്. ഇതും വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ് പറഞ്ഞു തന്നത്. എല്ലാ മക്കളും നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.